എറണാകുളം ഗസ്റ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് എന്ന വാർത്തയാണ് നേരത്തെ പറഞ്ഞതാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടിയതിന് പിന്നാലെയാണ് വിലക്ക്. മാധ്യമങ്ങളെ വിലക്കാൻ നിർദ്ദേശം കിട്ടിയതായി ഗസ്റ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. റാഫി കിരിയമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചത്. റാഫിയും പ്രസീദിന്റെ പ്രതികരണം വരുന്നുണ്ടല്ലോ അല്ലേ? പ്രസീദ് പറയുന്നത് ഗൺമാൻ പറഞ്ഞു മാധ്യമങ്ങളെ വിലക്കണം, അവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞു, പരാതിയും തരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പരാതി കൊടുക്കാനാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്നോ റാഫി? തീർച്ചയായും ഹാഷിമി, എന്തായാലും സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എന്തായാലും മാധ്യമപ്രവർത്തകരെ ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്താക്കാൻ ഈ ജീവനക്കാർ തീരുമാനിച്ചത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പ്രസീദ് എന്ന ജീവനക്കാരൻ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ഗൺമാൻ നേരിട്ട് ആവശ്യപ്പെട്ടു മാധ്യമപ്രവർത്തകരെ ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്താക്കണമെന്ന്. സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് പരാതി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജീവനക്കാരൻ പറയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പരാതി നൽകുമെന്നുമാണ് ഇപ്പോൾ ജീവനക്കാരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഈ ഗസ്റ്റ് ഹൗസ് മാനേജറും ഇത് തന്നെയാണ് പറയുന്നത്. കേന്ദ്രമന്ത്രി പുറത്താക്കണമെന്ന് പറഞ്ഞാൽ ഒരു പൊതു ഗസ്റ്റ് ഹൗസിൽ നിന്നും ഉടനെ ഗസ്റ്റ് ഹൗസ് ജീവനക്കാർക്ക് മാധ്യമങ്ങളെ കഴുത്തെ പിടിച്ച് പുറത്തോളാൻ പറ്റുമോ റാഫി? തീർച്ചയായും ഇതിനു മുൻപ് ഇത്തരം ഒരു അനുഭവം എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം മുൻപ് നിരവധി തവണ മാധ്യമപ്രവർത്തകർ ഇവിടെ ഈ വ്യക്തികളുടെ പ്രതികരണം എടുക്കാൻ എത്തിയിട്ടുണ്ട്. മന്ത്രിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും എല്ലാം പ്രതികരണം എടുക്കാൻ ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ പലവട്ടം എത്തിയിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഇത്തവണയും മാധ്യമപ്രവർത്തകർ എത്തിയത്. മുൻപ് കേന്ദ്രമന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും എല്ലാം പ്രതികരണം എടുത്തപ്പോൾ എവിടെയായിരുന്നു ക്യാമറകൾ ഉണ്ടായിരുന്നത്, മൈക്കുകൾ ഉണ്ടായിരുന്നത്? അതേ സ്ഥലത്ത് തന്നെയാണ് സുരേഷ് ഗോപി എത്തിയപ്പോഴും മൈക്കുകളും ക്യാമറകളും ഉണ്ടായത്. അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള തടസ്സം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു എന്നുള്ളതാണ്, അദ്ദേഹത്തിനെ ശല്യം ചെയ്തു എന്നുള്ളതാണ് ഈ ജീവനക്കാർ പറയുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് KWJ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗസ്റ്റ് ഹൌസിൽ. ഗസ്റ്റ് ഹൗസിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല, ഗസ്റ്റ് ഹൗസിൽ പുറത്ത് നിൽക്കാൻ അനുവാദം ഉണ്ടോ? എന്നാൽ വാതിലിന്റെ പുറത്ത് ആ വഴി നിൽക്കാൻ അനുവാദം ഉണ്ടോ മാധ്യമപ്രവർത്തകർക്ക്? ആഷിമി, ഇപ്പോൾ മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത് ഗസ്റ്റ് ഹൌസിന് പുറത്താണ്. ഗസ്റ്റ് ഹൌസിന്റെ വാതിലിന് പുറത്താണ് മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത്. ഈ വാതിലിന് പുറത്ത് നിന്നാണ് ഈ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെടുമോ എന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് അറിയുന്നത്. കേന്ദ്രമന്ത്രിക്ക് വൈക്കത്ത് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കോട്ടയത്തേക്ക് അദ്ദേഹം യാത്ര തിരിക്കണം. അല്പസമയത്തിനകം ഈ യാത്ര തിരിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ സമയത്ത് ഇവിടെ നിന്ന് പോലീസ് എത്തി മാറ്റുമോ എന്നറിയില്ല. എന്തായാലും ഗസ്റ്റ് ഹൌസിന് പുറത്ത് കടക്കണമെന്നാണ് ഗസ്റ്റ് ഹൌസ് ജീവനക്കാർക്ക് പറയാൻ കഴിയുക. ഇവിടെ നിന്ന് മാറ്റണമെങ്കിൽ അത് പോലീസ് എത്തി വേണം മാറ്റാൻ. ഇപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അറിയാത്തൊരു സാഹചര്യമാണ്. ഓക്കെ, വൈക്കം സത്യഗ്രഹം നടന്ന അതിന്റെ കാരണങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അറിയാം. വൈക്കത്തേക്കാണ് സുരേഷ് ഗോപിക്ക് പോകേണ്ടത്. അപ്പോൾ മാധ്യമപ്രവർത്തകരെ അവിടെ അദ്ദേഹത്തിന് കണ്ടുകൂടാ. അപ്പം അത് അവിടുന്ന് പുറത്താക്കണമെന്ന് ഗൺമാനെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ ഗൺമാൻ അവിടെ പറഞ്ഞു, ഗസ്റ്റ് ഹൗസുകാർ അവിടെ നിന്ന് പുറത്താക്കി. പുറത്ത് വഴിയിൽ നിൽക്കുകയാണെന്ന്, അതിന് പുറത്ത് നിൽക്കുകയാണ്. ഇനി പുറത്തെ വഴിയിലൊക്കെ നിൽക്കുന്നത് മാധ്യമപ്രവർത്തകരെ കാണുന്നത് കേന്ദ്രമന്ത്രിക്ക് ഇഷ്ടമാവുമോ എന്ന് തോന്നുന്ന കാര്യം അറിയില്ല. എന്തായാലും മാധ്യമപ്രവർത്തകർ അവിടെ തുടരുന്നുണ്ട്. അവിടേക്ക് KWJ ഭാരവാഹികളൊക്കെ എത്തി പ്രതിഷേധമൊക്കെ അറിയിക്കുന്നുണ്ട്. ഗസ്റ്റ് ഹൗസ് ജീവനക്കാരുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ഗോപകുമാർ അവിടെ പ്രതികരിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിക്ക് കാണാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു പൊതു സർക്കാർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറയാനുള്ള വകുപ്പൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല. കേന്ദ്രമന്ത്രിയാണല്ലോ, അധികാരം ഉണ്ടാവുമായിരിക്കും അല്ലേ? ഓക്കെ.